ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് മുരിങ്ങയില വെച്ചിട്ട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ്. വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ 1 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ട് ഒരു 2-3 മുളക് ചേർത്തതിന് ശേഷം ബാക്കിയുള്ളത് പിരിയമുളക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഒരു വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ അതിൻ്റെ ഹാഫ് മതിയാവും. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് തന്നെ ഈ ഒരു ഉള്ളി വാട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറിയ അളവിൽ പുളി ചേർത്ത് കൊടുക്കുക. അധികമായിട്ട് ഓവറായിട്ട് പുളി ഉണ്ടാവാൻ പാടില്ല. ഒരു ചെറിയൊരു കഷ്ണം പുളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതും കൂടെ ഒന്ന് ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മുരിങ്ങയില ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ട് മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുരിങ്ങയില ഓവറായിട്ട് ചേർത്ത് കൊടുക്കരുത്. ഒരു പാകത്തിന് അളവിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതും കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വാടുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മുരിങ്ങയില നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഈ നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മുരിങ്ങയിലേക്ക് വാടി നന്നായിട്ട് തന്നെ ഒന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങയും കൂടിയിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജാറിലേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ ജസ്റ്റ് ഒരു വട്ടം അരച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അരിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പിക്ക്. മുരിങ്ങയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ സാധാരണ ചമ്മന്തിയും ഒക്കെ കൂട്ടി കഴിക്കുന്ന ആ ഒരു നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് മുരിങ്ങയിലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്. നല്ല ആവശ്യത്തിന് എരിവും പുളിയും ഒക്കെ കൂടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. മുരിങ്ങയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഒന്ന് താഴെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.